ഞാൻ ഡോക്ടർ ഫിർദൗസ് ഇക്ബാൽ ചങ്ങമ്പള്ളി. നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ക്യാൻസറിന് കാരണമാകുന്ന കാർസിനോജൻസ് എന്ന് വിളിക്കുന്ന പദാർത്ഥങ്ങളെയും കുറിച്ചാണ്. എന്താണ് കാർസിനോജൻസ്? കാർസിനോജൻസ് എന്ന് വെച്ചാൽ ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമാകുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ സാധാരണയായി കാർസിനോജൻസ് എന്ന് പറയുന്നത്. കാർസിനോജൻസ് എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനേഷൻ പ്രകാരം ഏത് സബ്സ്റ്റൻസും ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും ബാക്ടീരിയ ആവാം, പുറമേ നിന്നുള്ള സബ്സ്റ്റൻസ് ആവാം, അതല്ലെങ്കിൽ എയർ എന്നുള്ളതായിരിക്കാം. ഇങ്ങനെ ഏതെങ്കിലും സാധനങ്ങൾ ക്യാൻസർ ഇമ്മീഡിയറ്റ് ആയിട്ടോ അതല്ലെങ്കിൽ ഇതിൻ്റെ ലോങ് ടേം ഉപയോഗത്തിലോ ക്യാൻസർ ആക്കി മാറ്റുന്ന പദാർത്ഥങ്ങളെയാണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. അപ്പം നമുക്ക് സാധാരണയായിട്ട് നമ്മളിത് കേൾക്കുമ്പോൾ വലിയൊരു ലിസ്റ്റ് ഉണ്ട്. അതിൽ പ്രത്യേകിച്ച് കെമിക്കൽസാണ്, പിന്നെ ഭക്ഷണം, അതുപോലെ ചിലതരം റേഡിയേഷൻസ്, പിന്നെ അതുപോലെ തന്നെ ചില ഫ്യൂമിഗേഷൻസ്, പിന്നെ പുകകൾ, ഇങ്ങനെ നമ്മൾ വാഹനങ്ങളിൽ നിന്നൊക്കെ പുറത്ത് വിടുന്ന പുക, പിന്നെ ആസ്ബറ്റോസ് മുതലായ സാധനങ്ങളുടെ അടിയിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്നത്, ഈവൻ പെട്രോളിയം മുതലായ അത്തരം കെമിക്കൽസ് ആയിട്ട് ഇൻട്രാക്ഷൻസ് ഉള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ, അങ്ങനെ ഒരുപാട് സബ്സ്റ്റൻസും അതുപോലെ ചിലതരം വൈറസുകളും പിന്നെ പദാർത്ഥങ്ങളും എല്ലാം കാർസിനോജൻസ് ആയിട്ട് മോഡേൺ സയൻസിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ആയുർവേദത്തിൽ ഇങ്ങനെ ഒരു സബ്സ്റ്റൻസ് ഉണ്ടോ, എന്താണ് ഇതിൻ്റെ ആയുർവേദ വീക്ഷണം എന്നതിനെക്കുറിച്ചാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ആയുർവേദത്തിൽ വിഷവൈദ്യം എന്നൊരു ബ്രാഞ്ചിനെ കുറിച്ച്. അപ്പോൾ ചിലരൊക്കെ വളരെ പുച്ഛത്തോടെ പറയുന്നത് കേൾക്കാറുണ്ട്. ഒരുപാട് പാമ്പുകൾക്ക് ഒന്നും വിഷമില്ല, വളരെ കുറച്ച് പാമ്പുകൾക്ക് വിഷമുള്ളൂ. അതുപോലെ എലി, പാറ്റ, എട്ടുകാലി, ഇങ്ങനെയൊക്കെ ആയുർവേദത്തിൽ പറയുന്ന പല സാധനങ്ങൾക്കും ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയുന്ന പലതിനും വിഷമില്ല. പിന്നെ എന്തുകൊണ്ട് ഇതിനൊക്കെ വിഷമെന്ന് പറയുന്നു എന്നാണ്. ഇതിൻ്റെ ഒരു കാരണം, വിഷവൈദ്യത്തിന് ആധാരമായിട്ടുള്ള ആയുർവേദ ശാസ്ത്രത്തിലെ റെഫറൻസുകൾ വേണ്ട വിധം പഠിക്കാത്തതാണെന്ന് തന്നെ പറയാൻ കഴിയൂ. ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോയിലും ഇത്തരം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗ്രന്ഥങ്ങൾ എങ്ങനെ പഠിക്കണം, എങ്ങനെ റെഫർ ചെയ്യണമെന്ന് ആയുർവേദത്തിൽ തന്നെ, അതല്ലെങ്കിൽ നമ്മളെ ഏൻഷ്യൻ സയൻസിൽ തന്നെ ഒരു പ്രത്യേക പരാമർശങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ മെത്തേഡിൽ ആ തരത്തിലല്ല കിടക്കുന്നത്. എന്നിരുന്നാലും ഡീപ്പ് സ്റ്റഡി ഇതിനെക്കുറിച്ചും വേണമെന്ന് നമുക്ക് തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ എന്താണ് വിഷവൈദ്യത്തിൽ പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചെറിയൊരു ബ്രീഫിംഗ് തരാം. അതിൽ നമ്മൾ അതിൻ്റെ ആദ്യത്തെ ഒരു ശ്ലോകത്തിൽ തന്നെ പറയുന്ന അതിൻ്റെ മീനിങ് വെച്ച് നോക്കിയാൽ, രോഗത്തിനും രോഗമില്ലായ്മയ്ക്കും അതുപോലെ തന്നെ മരണത്തിനും ദീർഘായുസ്സില്ലായ്മയ്ക്കും എല്ലാം കാരണമാകുന്ന പദാർത്ഥത്തെയാണ് വിഷം എന്ന് പറയുന്നത് എന്ന് ഇതിൻ്റെ ഒരു റെഫറൻസ് ഉണ്ട്. നമ്മൾ ആകെ കിളിപോയ പോലെ ആവും. എന്താണെന്ന് വെച്ചാൽ രോഗത്തിനും ആരോഗ്യത്തിനും വിഷം കാരണമാവുകയോ എന്നായിരിക്കും നമ്മുടെ ഒരു ഉള്ളിൽ വരുന്ന ക്വസ്റ്റ്യൻ. ഇതിൽ പറയുന്നത്, ഇതിൻ്റെ പിന്നെ നമ്മൾ വായിച്ച് വരുമ്പോഴും നമ്മൾ ഡീപ്പായി പഠിച്ച് വരുമ്പോൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വിഷം പോലും വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആരോഗ്യത്തിന് ഉതകുന്ന ഹൈ ലെവലിലുള്ള മെഡിസിൻസ് ആയിട്ട് മാറുന്നു എന്ന്. അതിന് നമുക്ക് ഈ ക്യാൻസർ എന്ന സിനാരിയോ വെച്ച് നോക്കുമ്പോൾ കീമോതെറാപ്പി ഇതിനൊരു ഉദാഹരണമായിട്ട് എടുക്കാം. കാരണം കീമോതെറാപ്പി ആയിട്ട് കൊടുക്കുന്ന പദാർത്ഥങ്ങൾ പലപ്പോഴും കാർസിനോജൻസ് തന്നെയാണ്. കാരണം ലോങ് ടേമിൽ അത് ഈ മരുന്ന് തന്നെ, നമ്മൾ ഒരു തരം ക്യാൻസറിന് കൊടുക്കുന്ന മരുന്ന് വേറൊരു തരത്തിൽ വിഷമായി മാറുകയും വേറെ തരം ക്യാൻസറായി മാറാനും ഉള്ള സാധ്യതയുണ്ടെന്ന് ഓങ്കോളജിസ്റ്റിന് എല്ലാം അറിയാം. അത് അറിയുന്നത് കൊണ്ട് അതിൻ്റെ ഡോസും രോഗത്തിനനുസരിച്ചിട്ട് ഏത് തരം കീമോതെറാപ്പിയാണെന്ന് വളരെയധികം ശ്രദ്ധയോടുകൂടി തീരുമാനിച്ചിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ അത് വേണ്ട ഡോസിൽ വേണ്ട വിധം ചെയ്ത് കഴിയുമ്പോൾ അത് ആരോഗ്യത്തിലാണ് കാരണമാകുന്നത്. ഇതേ വേർഡ് തന്നെയാണ് ഇവിടെ വിഷത്തിനെ കുറിച്ചിട്ടും പറയുന്നത്. മറ്റു ചാപ്റ്ററിൽ പറയുന്നുണ്ട്, വിഷം പോലും വേണ്ട വിധത്തിൽ സംസ്കരിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് അമൃതമായി മാറുമെന്ന്. അമൃത് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണമില്ലാതാക്കാൻ എന്ന് കുറച്ച് എക്സാജറേറ്റഡ് ആയിട്ട് പറയുന്നതാണ്. എനിവേ അതൊരു ഏത് വിഷവും മെഡിസിനായിട്ട് ഉപയോഗിക്കാം. അതിനുള്ള ഒരു ഉദാഹരണമാണ് ചേര് എന്ന മരത്തിൻ്റെ കായ നമ്മൾ ആയുർവേദ ചികിത്സയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിന് വളരെ വ്യക്തവും ശക്തവുമായിട്ടുള്ള
ശുദ്ധീകരണ രീതിയുണ്ട്. അതിന് ആയുർവേദത്തിൽ പറയുക സംസ്കാരോഹി ഗുണാന്തരാസ് എന്ന് പറയും. വളരെ പ്രത്യേകമുള്ള സംസ്കരണങ്ങൾ ചെയ്ത് അതിൻ്റെ ഗുണത്തെ മാറ്റിയെടുത്ത് അത് മരുന്നാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷെ ഇതേ ചേര് തന്നെ ഇതിൻ്റെ ശുദ്ധീകരണം ശരിയാവാതെ കൊടുത്താൽ അത് തന്നെ ക്യാൻസറിനും അതുപോലെ മറ്റു രോഗങ്ങൾക്കും കാരണമാകും. ഇങ്ങനെ നോക്കുമ്പോൾ വിഷത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നതിൽ പല കാര്യങ്ങളും, ഒന്ന് രൂക്ഷത, ഭയങ്കര മീൻസ് സ്ട്രോങ് ആയിട്ടുള്ള, പെട്ടെന്ന് ശരീരത്തിനെ കേടുവരുത്തുന്നത്, ചുളിവുണ്ടാക്കുന്നത്, അതുപോലെ തന്നെ ഉള്ളിലേക്ക് പെട്ടെന്ന് പെനിട്രേറ്റ് ചെയ്യുന്നതുമായ വസ്തുക്കളെ വിഷമായിട്ട് കണക്കാക്കുന്നു. പിന്നെ വിഷത്തിൻ്റെ പ്രത്യേകതകൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് ദഹിപ്പിക്കാതെ തന്നെ ശരീരത്തിൽ മുഴുവൻ ഓടി നടക്കും എന്നുള്ളതാണ്. പിന്നെ വേറൊന്ന് അവ്യക്തരസം എന്നുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ പ്രത്യേക, അതിൻ്റെ രുചി മധുരമെന്നും ആയുർവേദത്തിൽ പറയുന്ന 6 തരം രുചികളുണ്ട്. മധുരം, പുളി, ഉപ്പ്, എരിവ്, ചവർപ്പ് എന്നൊക്കെ പറഞ്ഞ് ഈ രുചിയിൽ ഏതാണെന്ന് മനസ്സിലാകാത്ത തരത്തിലുള്ള ഒരു തരം രുചിയായിരിക്കും അതിനെന്ന്. പിന്നെ പാകമാവില്ല, മീൻസ് പാകമാവാതെ നമ്മൾ സാധാരണ നിലക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നോ മറ്റുള്ള യഥാർത്ഥത്തിൽ നമുക്ക് അബ്സോർബ് ചെയ്ത് എടുക്കേണ്ട സാധനങ്ങൾ ശരീരം ഇതിൻ്റെ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ സ്റ്റൊമക്കിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡായിട്ട് ചേർന്നു, വേറെ പലതരം പ്രോസസ്സ് ദഹനരസങ്ങളെല്ലാം വന്നു, അതായിട്ട് കൂടി ചേർന്നിട്ടാണ് ദഹിച്ച് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്, ഉപയോഗിക്കാൻ വേണ്ടി പ്രവേശിക്കുകയും അതിൻ്റെ വേസ്റ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളി പോവുകയും ചെയ്യും. പക്ഷെ നമ്മൾ ഈ വിഷം എന്ന അർത്ഥത്തിൽ എടുക്കുന്ന പദാർത്ഥങ്ങൾ, അത് നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ തന്നെ വരുന്നതും നേരത്തെ പറഞ്ഞ പോലെ പല നിലയ്ക്ക് നമ്മളെ ബോഡിയിൽ എൻ്റർ ചെയ്യുന്ന ഈ സാധനങ്ങൾ ഈ പാകമാവാതെ ശരീരത്തിൽ കിടക്കുകയും അതിൻ്റെ ശരിക്കുള്ള പ്രോസസ്സ് നടക്കാതെ ശരീരത്തിന് ഉപദ്രവകരമായി മാറുകയും ചെയ്യുന്ന വിഷത്തിൻ്റെ സ്വഭാവത്തിനെയാണ് അപാകം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 90 ടൈപ്പ് ഓഫ് വിഷങ്ങൾ, ടൈപ്പാണ്, 90 എണ്ണം എന്നല്ല, 90 ടൈപ്പ് ഓഫ് വിഷങ്ങൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അതിൽ 30 ടൈപ്പ് മാംസങ്ങളിൽ നിന്ന്, മീൻസ് ഫിഷ്, മീറ്റ്, അത്തരം സാധനങ്ങളിൽ നിന്ന് വരുന്നതും, വേറെ 30 ടൈപ്സ് ഓഫ് സാധനങ്ങൾ വരുന്നത് ചെടികളിൽ നിന്നും, പിന്നൊരു വിഭാഗം അണുക്കളിൽ നിന്നും, മീൻസ് വൈറസുകൾ, അതുപോലെ നമ്മൾ എന്തെങ്കിലും ക്ഷതം വഴി നമ്മുടെ ബോഡിയിൽ വരുന്ന വൂണ്ടുകളിൽ കൂടെ പ്രവേശിക്കുന്നതും എയറിൽ നിന്ന് പ്രവേശിക്കുന്നതും ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ അതിൽ എനിക്ക് ഏറ്റവും അത്ഭുതകരമായി തോന്നിയ ഒരു കാര്യം, ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയുന്ന 4 തരം രശ്മികൾ, 4 രശ്മി എന്നല്ല 4 കാറ്റഗറിയിൽ പെടുന്ന രശ്മികൾ പോലും കാർസിനോജൻസ് ആണെന്നും അത് ശരീരത്തിൽ പ്രവേശിക്കുന്നത് വഴി തൊലിയിലോ അല്ലാത്ത രീതിയിലോ നമുക്ക് നമ്മളെ ബോഡിയിൽ ഏതെങ്കിലും രീതിയിൽ ടച്ച് ചെയ്യുന്നത് വഴി കാർസിനോജനായിട്ട് മാറുന്നു എന്നും ഉള്ള ധ്വനി ഈ വിഷചികിത്സ എന്ന ഭാഗത്ത് പറയുന്നുണ്ട്. അത് ഇത്ര വ്യക്തമായിട്ട് പറയുന്നതൊന്നും അല്ല, വ്യക്തതയുണ്ട്, അങ്ങനെയല്ല. നമ്മൾ സാധാരണ നമുക്ക് ഒറ്റ വായനയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്താണ് കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളല്ല പലപ്പോഴും വിഷചികിത്സ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത്. കാരണം ഇത് നമ്മൾ ഒരാൾ വായിച്ചു, വേറൊരാൾ വായിച്ചു, പിന്നെ ഒരാൾ വായിച്ചു, എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഏറ്റവും എളുപ്പമുള്ള ഒരു പോയിന്റൊക്കെ എഴുതിയിട്ടാണ് നമ്മൾ ഈ വിഷവൈദ്യത്തിൻ്റെ പല കാര്യങ്ങളും കേൾക്കുന്നത്. അപ്പോഴത്തേക്ക് അത് ഭയങ്കര റിഡിക്കുലസ് ആയിരിക്കും. നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് യാതൊരു ശാസ്ത്രീയ ബേസും ഇല്ലെന്ന് തോന്നും. പക്ഷേ ക്യാൻസർ ചികിത്സയിലെ നല്ലൊരു ഭാഗം വിഷവൈദ്യത്തിലുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് കാർസിനോജൻസ് എന്തൊക്കെയാണെന്നും ഈ കാർസിനോജൻസിനെ എങ്ങനെ തടയിടാമെന്നതിനെക്കുറിച്ചും നല്ല റെഫറൻസ് ആയുർവേദത്തിലുണ്ട്. ഈ പറയുന്ന കൂട്ടത്തിൽ ചില ഉപകാരപ്രദമായിട്ടുള്ള ചില ടിപ്പുകൾ കൂടി പറയാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മളിപ്പോൾ പറയല്ലോ, എന്ത് കഴിച്ചാലും ഒരു റെഫറൻസിൽ പറയും തക്കാളി രോഗ കാരണമാകും, വേറൊന്നിൽ പറയും തക്കാളി ഗുണമായിരിക്കും, വേറൊന്നിൽ അരി ഗുണകരമാണ്, വേറൊന്നിൽ ഗോതമ്പ് ഗുണകരമാണ്, വേറൊന്നിൽ ഗോതമ്പിൽ ഗ്ലൂട്ടൻ ഉണ്ട്, അത് കഴിക്കാൻ പാടില്ല. അങ്ങനെ ഏതെടുത്ത് നോക്കിയാലും കൺഫ്യൂഷനാണ്, എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട എന്നുള്ളത് അറിയില്ല. പക്ഷെ ഈ എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട എന്നുള്ളത് തീരുമാനിക്കുന്നതും ഇതിൽ നിന്ന് എങ്ങനെ കാർസിനോജൻസ് വരുന്നതും എന്നതിനെക്കുറിച്ച് ആയുർവേദത്തിലുള്ള തിയറി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കഴിക്കുന്ന സാധനം എവിടെയാണോ ഏത് ബോഡിയിലാണോ വീഴുന്നത് അതിനനുസരിച്ചാണ് ഇതിലത്തെ കാർസിനോജനിസിസ് ട്രിഗർ ചെയ്യുന്നത്. കാർസിനോജനിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പോൾ സെല്ലുകൾ ഒരേപോലെ ഒരു ഫാക്ടറിയിൽ നിന്ന് അടിച്ചിറക്കുന്നത് പോലെ
അതിൻ്റെ പ്രോസസ്സ് വഴി ഇങ്ങനെ കോപ്പീസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലായിരിക്കും ഏതെങ്കിലും ഒരു സെല്ല് ഒരു മ്യൂട്ടേഷൻ വന്ന് തെറ്റായ രീതിയിൽ ഒരു സെല്ല് ഉണ്ടാവുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ ശരിയായ സെല്ലുകളെ മറികടക്കുന്ന വിധം ഈ തെറ്റായ രീതിയിൽ ഉരുത്തിരിഞ്ഞ് വന്ന സെല്ല് എണ്ണത്തിൽ പെരുകുകയും അത് ക്യാൻസറായി മാറുകയാണ് ചെയ്യുന്നത്. ഇതിന് കാരണമാകുന്ന പദാർത്ഥങ്ങളാണ് കാർസിനോജൻസ്. അപ്പോൾ ഈ ഇതിൽ എങ്ങനെയാണ് ഒരു ഭക്ഷണം ഒരാൾക്ക് ക്യാൻസർ ആകുന്നത് വേറൊരാൾക്ക് ക്യാൻസർ അതിരിക്കുന്നത് എന്നുള്ളത് വളരെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പം നമ്മളിപ്പോൾ ചില തരം ക്യാൻസേഴ്സ് ചില ഫാമിലീസിൽ ഉണ്ടാവാം. ആ ഫാമിലി ടെൻഡൻസി ഉള്ള ആളുകൾ അതേ ഭക്ഷണം കഴിക്കുമ്പോഴാണ് അത് കൂടി വരുന്നത്. അപ്പം ഞാൻ ആയുർവേദത്തിൽ നമ്മൾ പറയുമ്പോൾ 6 തരം രസങ്ങളാണ്: മധുരം, അമ്ലം എന്ന് പറഞ്ഞാൽ പുളി, ലവണം എന്ന് പറഞ്ഞാൽ ഉപ്പ്, ചവർപ്പ്, കയ്പ്പ് എന്നിങ്ങനെ ഈ 6ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഈ ഓരോ ടേസ്റ്റും ഉള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ അതിന് ഉതകുന്ന ചില മറുമരുന്നുകളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് ഒന്ന് കുറച്ച് സിമ്പിളായിട്ടൊന്ന് പറയാം. അതിൽ ഇപ്പോൾ നമ്മൾ മധുരരസം കൂടുതൽ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പാല്, അതുപോലെ പാലിൽ തിപ്പലി ചേർത്തിട്ട് കഴിക്കുന്നത് ഗുണപ്രദമാണ്. അതുപോലെ തന്നെ നെയ്യ്, എണ്ണ അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കുന്ന ആളുകൾക്ക് ചൂടുവെള്ളം, അതുപോലെ ചൂടുവെള്ളത്തിൽ തിപ്പലി അല്ലെങ്കിൽ കടുക്ക ചേർത്ത് കഴിക്കുന്നത് ഗുണകരമായിരിക്കും. അതുപോലെ പുളിയുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കുന്ന ആളുകൾ ഈ പുളിയുടെ വിഷാംശം എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്ന അതിൻ്റെ ഒരു കാര്യം കളയാനായിട്ട് മോര് കഴിക്കുന്നത് നല്ലതായിരിക്കും. കയ്പ്പ് കൂടുതൽ കഴിക്കുന്ന ആളുകൾ തേനാണ് പകരമായിട്ട് കഴിക്കേണ്ടത്. ചവർപ്പ് കൂടുതൽ കഴിക്കുന്ന ആളുകൾ ന്യൂട്രൽ ആയിട്ടുള്ള ഭക്ഷണം എന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം പോലുള്ള സാധനങ്ങൾ ഇതിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ നമ്മൾ കഴിച്ച ഫുഡിനെ വയറിൽ നിന്ന് വയറിളക്കി കളയുന്ന രീതിയിൽ പുറന്തള്ളാൻ പറ്റും. വേറൊരു മെത്തേഡ് കാർസിനോജൻസിനെ ബോഡിയിൽ നിന്ന് ഏതാണ് എന്നുള്ളത് വ്യക്തത ഒന്നും അറിയാതെ തന്നെ കളയാനുള്ള വഴി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വയറിളക്കുക എന്നാണ്. ഇങ്ങനെ വയറിളക്കാൻ ഏറ്റവും ഉത്തമമായി ആയുർവേദത്തിൽ പറയുന്ന മരുന്ന് ത്രിഫല എന്ന മരുന്നാണ്. അതെല്ലാം സാധാരണ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. അത് കഴിച്ച് വയറിളക്കുന്നത് ഇത്തരം കാർസിനോജൻസിന് ഒരു പരിധി വരെ നമ്മുടെ ബോഡിയിൽ നിന്ന് അകറ്റി നിർത്താൻ കഴിയും. ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കുമെന്ന് കരുതുന്നു. നമസ്കാരം.